അമ്മ എന്നോട് ചോറ് കഴിക്കാൻ പറയുമ്പോൾ ഞാൻ ചോറ് കഴിക്കാതെ ഈശോയുടെ പീഡാനുഭവ ചരിത്രം പറയാൻ അമ്മയോട് ആവശ്യപ്പെടുമായിരുന്നു. മക്കളെ വളർത്തുന്നതിൽ, പ്രത്യേകിച്ച് ഈ ബൈബിൾ വചനം പഠിപ്പിക്കുന്നതിൽ ഭർത്താവിൻ്റെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. വാർദ്ധക്യത്തിൽ അവരെവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ സ്നേഹം ഏതവസ്ഥയിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. വെരി ഗുഡ്. നല്ല കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല മക്കളെ തമ്പുരാൻ നമുക്ക് തരുന്നു. ഒരിക്കൽ ഞാൻ അമ്മയോട് പറഞ്ഞു എന്ന് അമ്മ പറയുന്നത്, യേശുവിനെ ദാഹിക്കുന്നു എന്ന ആ ഭാഗം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കൽ ഞാൻ യേശുവിൻ്റെ ദാഹം ശമിപ്പിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി എന്ന് അമ്മ പറയാറുണ്ട്. ഇനി ഇപ്പോൾ എൻ്റെ ലക്ഷ്യവും വൈദികനാകാനുള്ള ആഗ്രഹമാണ്. ഒരു നല്ലയപ്പൻ്റെ ചാവരുള്ളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. മക്കളെ വളർത്തിയൊരു അമ്മച്ചിയാണ് അപ്പുറത്തിരിക്കുന്നത്. അമ്മയ്ക്കൊന്നു കൊടുത്ത്, അമ്മച്ചി എന്താ പറയാനുള്ളത്? ഞാൻ റോസമ്മ തടത്തിൽ സ്കറിയാച്ചൻ എന്ന് പറയുന്ന ഭാര്യയാണ്. എൻ്റെ വീട്, എൻ്റെ സ്വന്തം വീട് ജലമ്പലയാണ്, കുരാച്ചുണ്ടിലാണ്. അവരാണ് എൻ്റെ ഇച്ചാത്തനും അമ്മച്ചി വളരെയധികം പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരുന്നു. എൻ്റെ ഇച്ചാത്തന് 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അമ്മച്ചിയും നന്നായി പ്രാർത്ഥിക്കും. രണ്ടുപേരും ഇന്നും പള്ളിയിൽ പോകും. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ 4 പേര് ഈശോയ്ക്ക് 4 പേര് കല്യാണം കഴിച്ചവരുമാണ്. അതുപോലെ ഞാൻ എത്തിപ്പെട്ടതും നല്ലൊരു വീട്ടിലാണ്. അവിടുത്തെ അപ്പനും അമ്മയും നന്നായി പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള പ്രചോദനമുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഇപ്പോൾ ഞങ്ങളുടെ മക്കൾക്കാണെങ്കിലും അറിയാം ഞങ്ങൾ നന്നായി പ്രാർത്ഥിക്കുമെന്ന്. അതുകൊണ്ട് അവർക്ക് പരീക്ഷയാണെങ്കിൽ അവർ വിളിച്ചു പറയും, അമ്മ ഞങ്ങൾക്ക് പരീക്ഷയാണ് പ്രാർത്ഥിക്കണമെന്ന്. അതുപോലെ ഞങ്ങളെപ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ അവരുടെ ബർത്ത്ഡേക്ക് നിർബന്ധമായിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി കുർബാന ചെല്ലിക്കും. അപ്പോൾ അവരെ വിഷ് ചെയ്യുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഇന്ന് ബർത്ത്ഡേ അല്ലടാ പള്ളിയിൽ പോയോ എന്ന് ചോദിക്കും. എന്നിട്ട് അമ്മ ഇന്ന് സമയം കിട്ടിയില്ല, പ്രാർത്ഥിച്ചിട്ട് പോയി എന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്നവർ കാണുന്നത് കൊണ്ട് അവർക്ക് ഇപ്പോഴും വിശ്വാസത്തിൽ വലിയ കുറവൊന്നുമില്ല. അത്യാവശ്യം പള്ളിയിലെല്ലാം പോകും. പിന്നെ സമയം കിട്ടിയാലെങ്കിൽ പറയും, അമ്മയെ പള്ളിയിൽ പോകാൻ സമയമില്ല, അതുകൊണ്ട് ഇന്ന് പള്ളിയിൽ പോയില്ല, ഇവിടെ നിന്ന് ഞായറാഴ്ച ഇന്ന് ഓഫീസ് ഉണ്ടായിരുന്നു, അങ്ങനെ പറയും. അതുകൊണ്ട് നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നു അത് കണ്ട് മക്കൾ പഠിക്കും. അല്ല, അതുകൊണ്ടാണ് ജാവറ പിതാവ് പറഞ്ഞത്, അമ്മയുടെ പ്രാർത്ഥന ഉണ്ണിയുടെ പ്രാർത്ഥന പോലെ ദൈവം കൈക്കൊള്ളും എന്ന് പറയും. മുതിർന്ന മക്കളെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, കൊച്ചുങ്ങളെക്കുറിച്ചാണ് ജാവറ പിതാവ് പ്രത്യേകം ഓർമ്മിച്ചതെങ്കിലും ആ ഒരു ചൈതന്യം മക്കൾ തീർച്ചയായിട്ടും ഉണ്ട്. ചേട്ടാ എന്ത് പറയണു? എൻ്റെ പേര് കറിയാച്ചൻ തടത്തിൽ, പേരാമ്പ്ര ഇടവകയാണ്. DFCയുടെ ഒരു പ്രവർത്തനം കൂടിയാണ്. ചാവറ പിതാവ് പറഞ്ഞത് നമ്മളിപ്പം ചെറിയ പിള്ളേരായിരിക്കുമ്പോൾ കാലം തൊട്ട് വളർത്തണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെയൊക്കെ കാലം ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞു പോയി. ഇനിയിപ്പം വലിയ പിള്ളേരെ പിന്നെ അവരുടെ പിള്ളേരെയൊക്കെ വളർത്തുക എന്നുള്ളൊരു ദൗത്യമേ ഇപ്പം നടക്കുകയുള്ളൂ. അപ്പോൾ ആ പിതാവ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ പിള്ളേർ നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് പോവുകയാണെങ്കിൽ കാരണവന്മാരുടെ അവസാന നാളുകളിലും അവർ ശ്രദ്ധിക്കും, നോക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും. വിമല എന്താണ് അതിനോട് കോംപ്ലിമെൻ്റ് ചെയ്യാനുള്ളത്? അച്ഛൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് ഓരോ വരം ആണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് അത് വീട്ടിൽ നിന്ന് തുടങ്ങണം, അത് മാതാപിതാക്കളിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ അതിനുള്ള ഇപ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണെന്ന് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വിശ്വാസം കുട്ടികളിൽ ബേസിക്കായിട്ട് കിട്ടണമെങ്കിൽ എൻ്റെ ഒരു ബോധ്യമെന്ന് പറയുന്നത് അത് മാതാപിതാക്കൾ തന്നെ വീട്ടിൽ അത് നമ്മളിപ്പോൾ കുട്ടികളെ LKG മുതൽ ABCD പഠിപ്പിക്കുന്നു, ഒന്ന് മുതൽ എണ്ണാൻ പഠിപ്പിക്കുന്നു, ഭരതനാട്യത്തിനും കുച്ചിപ്പുടി അതൊക്കെ ആണെങ്കിൽ നമ്മൾ അതും ചെറുപ്പത്തിൽ മുതലേ അവരെ പരിശീലിപ്പിക്കുന്നു. അപ്പോൾ അതിനേക്കാൾ എത്രയോ പ്രധാനമാണ് നമ്മുടെ മരിക്കുന്നത് വരെ മരിച്ചു കഴിഞ്ഞ് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ തലം എന്ന് പറയുന്നത് അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം, അത് മാതാപിതാക്കളിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് നിർബന്ധമായും പിള്ളേർക്ക് നമ്മൾ LKG പോയി അക്ഷരാഭ്യാസം തുടങ്ങി നമ്മൾ അവരെ വലിയവരാക്കാൻ ശ്രമിക്കുന്ന പോലെ അതിനേക്കാൾ പ്രധാനമാണ് വിശ്വാസം. വളരെ നല്ലൊരു കാര്യമാണ്. ഈ അപ്പച്ചൻ്റെ അഭിപ്രായം നമ്മൾ ഇതുവരെ ഒന്നും കേട്ടില്ല. എൻ്റെ പേര് ജോസ് കള്ളിക്കാട്ടുന്നാണ്, വെറ്റിലപ്പാറ ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം പറയാനുള്ളതാണെങ്കിൽ ദൈവവിശ്വാസം ഇപ്പോഴത്തെ മക്കളിൽ കുറഞ്ഞു പോകുന്നു. അതാണ് അവർ കാരണവന്മാരെ നോക്കാതിരിക്കാനുള്ള കാരണം. ഇപ്പോൾ പുതിയ യുഗമാണ്, അതനുസരിച്ച് മക്കൾ പോകുന്നു. ഞാൻ വേദാടം പഠിപ്പിച്ച ആളാണ് REM ജോസ് പിതാവ്. അന്ന് ഞാൻ പിതാവിനോട് പറയും എന്നും പള്ളിയിൽ പോകണം,
അങ്ങനെ പിതാവും ഞാനും ഒപ്പം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ പിതാവായതിനു ശേഷം ആദ്യമായിട്ട് എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. അന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത വചനം പിതാവ് കേട്ടു. അതനുസരിച്ച് എന്നും പള്ളിയിൽ പോയി. ഞാനിന്നും എൻ്റെ ഭാര്യയും ഞങ്ങളിന്നും പള്ളിയിൽ പോകണം. എനിക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. 2 പേരും കെട്ടിച്ചു വിട്ടു. അവർ സ്കൂളിൽ ജോലി ചെയ്ത് അവർ ജീവിക്കുന്നു. ഞാനിപ്പോഴും പ്രീക്കാന കോഴ്സിൻ്റെ കോഴിക്കോട് PMS പോയി ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ കല്യാണത്തിന് ഒരുങ്ങി വരുന്ന പിള്ളേർ, അവരോരോ പിള്ളേരും ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നമ്മളെ കൊണ്ട് പറയാൻ കഴിയാതെ വരുന്നു. കാരണം അവർ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? മക്കളുണ്ടായിരിക്കാതല്ലേ ജീവിതത്തിൻ്റെ സുഖം? ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അവന് മറുപടി ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റാതെ വരുന്നു. മക്കൾ ഉണ്ടാകാതിരിക്കുക, അതാണ് അവർക്ക് ജീവിത സുഖം എന്ന് പറയുന്നത്. നോ ചൈൽഡ്. അല്ല, അത് പിന്നെ എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ല. വളരെ കൂടുതലും പെൺപിള്ളേരാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അത് ശരി. അവർക്ക് ജോലിക്ക് പോകുമ്പോൾ മറ്റു പിള്ളേരെ നോക്കാൻ കഴിയാൻ പറ്റാതെ വരുന്നതാണ്. അതാണ് അവരുടെ ജീവിത സുഖമാണ്. ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നമ്മൾ അതെല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ഒരു കമന്റ് അല്ല. വളരെ അപൂർവമായിട്ടുള്ള ചിലരുടെ ഒരു കമന്റ് ആയിരിക്കാം. ഞങ്ങൾ അതിനൊന്നും മറുപടി പറയാം. ഞങ്ങളൊരു 4 ഫാമിലി പോകുന്നുണ്ട് അവിടെ PMSലെ. മാസത്തിൽ 1 വീതം നടക്കുന്നുണ്ട് പ്രീക്കാന കോഴ്സ്. 4 ഫാമിലിക്കാർ ഞങ്ങൾ അതിന് അഭിപ്രായം അവരോട് പറയാറില്ല. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. അല്ല, അതിനൊക്കെ നമുക്ക് മറുപടിയുണ്ട്. കാരണം ഇപ്പം വിമല ഈ ദമ്പതികൾ പറയുന്നത് നിങ്ങൾ പലരും പറഞ്ഞതുപോലെ തന്നെയും മക്കളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വന്നാൽ കാരണന്മാരെ നോക്കുമെന്ന് മാത്രമല്ല, നമ്മൾ കൊണ്ടുവരുന്ന ഒരു കുടുംബ പാരമ്പര്യം അപ്പച്ചൻ സൂചിപ്പിച്ചല്ലോ, ആ പാരമ്പര്യം തുടരാൻ അവർക്ക് സാധിക്കും. അപ്പോൾ മക്കളുണ്ടാകുക എന്ന് പറയുന്നത് ഒരു വരമാണ്, അതൊരു വിളിയാണ്. മുമ്പേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചിലരെ ഈശോയ്ക്ക് കൊടുത്തു, ചിലർ കുടുംബജീവിതത്തിലേക്ക് പോയെന്ന് പറഞ്ഞു. കുടുംബജീവിതത്തിലേക്ക് പോകുന്നതും ഈശോയ്ക്കുള്ള കൊടുപ്പ് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയുന്നത് ഇത് കടമയാണ്. അതായത് വിവാഹം കഴിക്കുന്ന മാതാപിതാക്കളുടെ കടമയും ഉത്തരവാദിത്വവും തന്നെയാണ്. അത് തിരിച്ചറിയുക തന്നെ ചെയ്യണം. കത്തോലിക്ക യുവ ദമ്പതികൾ അത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അതാണ് കത്തോലിക്ക സഭയുടെ ശൈലി. കത്തോലിക്ക സഭയുടെ വിശ്വാസ ശൈലി എന്ന് പറയുന്നത് അത് തന്നെയാണ്. സന്താനങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനുള്ള ദൈവവിളിയിൽ ഉൾച്ചേരുകയാണ്. അല്ലാതെ ഇത് ശാരീരികമായ ഒരു സ്ത്രീ പുരുഷ ശരീരങ്ങളുടെ ചേർച്ചയിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നം മാത്രമാണ് ഒരു ശിശു എന്ന് പറയുന്നത്. ഒരിക്കലും ശരിയല്ല. അത് അതിൻ്റെ ബയോളജിക്കൽ പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ ഈ മക്കളെ സ്വീകരിക്കുന്നത് തമ്പുരാൻ നൽകിയ ഈ ഒരു ദാനത്തിൽ പങ്കുചേർന്ന് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നതാണ്. അത് ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ഇപ്പം സാറിനോട് പറഞ്ഞു എന്ന് പറയുന്ന വ്യക്തി വളർന്ന കുടുംബ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മാതാപിതാക്കളുടെ ശിക്ഷണം ഉണ്ടായില്ല. ഇല്ലെന്ന് മാത്രമല്ല, അത് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ചിന്തയേ അല്ല, കത്തോലിക്ക സഭയുടെ ശൈലിയല്ല. എനിക്കാണ് അമ്മച്ചി എന്ത് പറയണം, അമ്മച്ചി ഈ ഒരു അപ്പച്ചോട് ചേർന്നിരിക്കുന്ന ആളല്ലേ? പേര് തെയ്യാമ്മ. അപ്പച്ചൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. പിന്നെ ഓരോ മക്കൾക്കും ഓരോരോ സ്വന്തം അഭിപ്രായങ്ങളാണല്ലോ ഉള്ളത്. അതിനോട് അവരിങ്ങനെ ഓരോ തെറ്റായ അഭിപ്രായങ്ങളും ഇടയ്ക്ക് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് 2 മക്കളാണ്. അവരെ കല്യാണം കഴിച്ചു വിട്ടു. അവരെ വളർത്തിക്കൊണ്ട് വന്ന സാഹചര്യത്തിൽ ഈ ഒരു വിശ്വാസ പരിശീലനം അവർക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. അന്നത്തെ കാലത്ത് ഇത്രയൊന്നും ആരും പഠിപ്പിക്കുന്നില്ലല്ലോ. അത് കാരണം അവരോട് അത്രയൊന്നും പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു. എന്നാലും നമ്മളുടെ അറിവും പരിചയം വെച്ച ആ രീതിയിൽ ചെയ്തു അല്ലേ? മക്കളെ നന്നായിട്ട് ഇത് ചെയ്യുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം അത് വളരെ നിർണായകമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ 2 കുട്ടികളോടും ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ പറഞ്ഞു, നമ്മൾ വീട്ടിലുള്ളവർ യാത്ര പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ രാവിലെ 2 പേരും ഒരുമിച്ചാണ് പോകുന്നത്. ബൈക്ക് സ്റ്റാർട്ടായി കഴിയുമ്പോൾ ഇവർ മൂത്തയാൾ വന്നിട്ട് ആദ്യം ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. ഇളയവളെ നിന്നില്ലേ അവളെയും കൂടി ഒപ്പം ചേർത്ത് നിർത്തി പപ്പായെയും അമ്മയെയും യാത്ര പോകുന്ന വഴിയിൽ സുരക്ഷിതരായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും. അത് നമ്മൾ 1-2 പ്രാവശ്യം അതങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ പിന്നെ അവർക്കതൊരു ശീലമായി. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം എന്ന് പറയുന്നത് സമയം വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണൊക്കെ ഇറങ്ങിയതോടുകൂടി കുട്ടികൾ UP സ്കൂളിലെത്തുന്ന കുട്ടികൾ മുതൽ അങ്ങ് കോളേജ് വരെയുള്ള വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ നവമാധ്യമങ്ങളുടെ പുറമെയാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന് തിന്മയുടെ വശങ്ങളാണ് കൂടുതലെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ അറിയാം ഒരുപാട് കൂട്ടായ്മകൾ രൂപം കൊള്ളുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കൂട്ടായ്മകളുടെ കാര്യത്തിൽ ക്രിസ്തീയ മതത്തിലാണെന്ന് തോന്നുന്നു നമുക്കൊരു യോജിപ്പ് വേണ്ട രീതിയിൽ വരാത്തത്. അതിന് നമുക്ക് മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് നല്ല ആബേലച്ചൻ്റെയൊക്കെ നമ്മൾ CMI സഭയിൽ തന്നെ നമുക്കറിയാം കലാഭവൻ്റെയൊക്കെ സാരഥിയായിരുന്നു. ദീപിക ബാലസിക്കത്തിൻ്റെ സ്ഥാപകനാണ്.
നല്ല ഒരുപാട് ഗാനങ്ങൾ യൂട്യൂബിലൊക്കെ നമുക്ക് സൈറ്റിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുട്ടികൾ കാണുന്ന വിനോദോപാധികൾക്ക് പുറമെ ഇത്തരം കാര്യങ്ങളും നമുക്ക് ഈ നവമാധ്യമങ്ങളിലൂടെ കുട്ടികളെ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കും. അതേപോലെ നമുക്കറിയാം, നമ്മളെ മാധ്യമങ്ങളൊക്കെ ഒരുപാട് കടന്ന് ആക്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്തരം കൂട്ടായ്മകളും പ്രാർത്ഥനാ കൂട്ടായ്മകളും മറ്റ് ക്രിസ്തീയ കൂട്ടായ്മകളും ഉയർന്നു വരേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പുതിയ ചിന്തയാണ് ജിബിൻ സാർ കൊണ്ടുവരുന്നത്. നമ്മുടെ മക്കൾ ഒറ്റയ്ക്ക് വളരുന്നു എന്നുള്ള രീതിയിലല്ല, ഇതേപോലെ ഇപ്പം സാമൂഹലിനെയും അനിയന്മാരെയും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നെപ്പോലെ തന്നെ ആണ് എല്ലാ ക്രൈസ്തവ മക്കളും എന്നുള്ളൊരു കൂട്ടായ്മയുടെ ഒരു അനുഭവം കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെയുള്ള നവമാധ്യമ കൂട്ടായ്മകൾ, ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൂട്ടായ്മകൾ, അത്തരത്തിലുള്ള നവമാധ്യമ ഗ്രൂപ്പ് ടീമുകളെ കൂടി ആ കൂട്ടായ്മകളെ കൂടി വചന പങ്കുവയ്ക്കാനും വിശ്വാസത്തിൽ വളരാനുമുള്ള ഒരു സാഹചര്യത്തിൽ വളർത്തുന്നത് നല്ലതാണെന്നാണ് ജിബിൻ സാറിൻ്റെ ഒരു. നമ്മൾ കുട്ടികളെ കൊണ്ട് നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കാര്യം സാറ് പറഞ്ഞല്ലോ, നല്ല കാര്യം തന്നെ. എന്നാൽ മാതാപിതാക്കൾ എന്ന നിലയിൽ അത് വളരെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ശ്രദ്ധിക്കണം. കുട്ടികൾ ഏത് മേഖലയിലാണ് പോകുന്നത് അവരെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വേണം. മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ തടസ്സം നിൽക്കണം, റിസ്ട്രിക്റ്റ് ചെയ്യണം. എന്നിട്ട് അമ്മ മാത്രമേ നമുക്ക് കൂടുതൽ ഈശോയെ പറയാനും പഠിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. അതും കൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നവമാധ്യമങ്ങളിലൂടെ വിശ്വാസം കൊടുക്കുന്നതോടൊപ്പം നവമാധ്യമങ്ങൾ എത്രമാത്രം ആപത്താണെന്നുള്ള ചിന്തയോടുകൂടി തന്നെ എപ്പോഴും കുട്ടികളെ ഫോളോ അപ്പ് ചെയ്യണം. ഗൗരവമായ ഒരു ശ്രദ്ധ മാതാപിതാക്കൾ പിന്തുടരണം. അത് വളരെ ഗൗരവമാണ്. ഒരിക്കലും കരുതരുത് എന്നുള്ളതാണ് അല്ലേ. നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അതിലൂടെ മക്കളിൽ എത്താൻ പറ്റും. അതേ സമയത്ത് അവർ കൃത്യമായിട്ട് ഉപയോഗിക്കണം. നമ്മൾ പിന്നാലെ തന്നെ പോകണം. ഞാനൊക്കെ നമ്മുടെ 3 കുട്ടികൾ ആൺകുട്ടികളാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ആ കാര്യങ്ങളിൽ അവരുടെ പിന്നാലെ തന്നെ ഉണ്ട്. അത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരും അതിൽ വളരെ നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ മാതാപിതാക്കളുടെ ഗൗരവമായ ശ്രദ്ധ മക്കളെ നിരന്തരം പിന്തുടരണം എന്ന് ജെറി സാറ് പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. ചേച്ചിക്ക് എന്താണ് പറയാം? എൻ്റെ പേര് സെലിൻ കാവിൽപ്പുരയിടം. ഞാനും ഇതിനോട് തീർത്തും യോജിക്കുന്നു. പിള്ളേരെ ഒരു കാരണവശാലും കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സാധനങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുത്തിയിട്ട് ഒരു കാരണവശാലും പിള്ളേരെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ റൂമിൽ അടച്ചിട്ടിട്ട് ഇരിക്കാൻ സമ്മതിക്കരുത്. നമ്മളെപ്പോഴും കമ്പ്യൂട്ടർ അങ്ങനത്തെ ഉപയോഗങ്ങൾ എന്നാണേലും പിന്നെ മൊബൈലിൻ്റെ ആണെങ്കിലും നമ്മളുടെ മുമ്പിൽ നമുക്ക് കാണത്തക്ക നമ്മൾ ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ പിള്ളേരെ ഇരുത്തി അവരെ നമ്മൾ ഇടയ്ക്ക് അവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നമ്മൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അവർ എന്ത് ചെയ്യുന്നു, അവർ എന്തൊക്കെയാണ് കാണിക്കുന്നത് എല്ലാം നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു കണ്ണ് എപ്പോഴും അങ്ങനെ പിള്ളേരുടെ മുമ്പ് എപ്പോഴും നമ്മൾ ഒരു നോട്ടം. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ പിള്ളേർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഥവാ അങ്ങനെയുള്ള ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ പറയും അങ്ങനെ അത് നമ്മൾ ചെയ്യരുത്, അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ അത് മോശമായിട്ട് വരും എന്ന് പറയും. അപ്പം പിള്ളേരത് അനുസരിച്ചിട്ടുമുണ്ട്. കുഞ്ഞുങ്ങൾ മനസാക്ഷി രൂപീകരിക്കപ്പെടുന്ന ഒരു സമയം, അത് ബാല്യത്തിൽ ഓരോരോ കാലഘട്ടങ്ങളിലൂടെ മാതാപിതാക്കളുടെ കൃത്യമായ ഇടപെടൽ, ശരിയേത് തെറ്റേത് എന്ന് മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാലഘട്ടങ്ങളിൽ ആ കൃത്യമായ ശരി ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് പല മാതാപിതാക്കളും ചിലപ്പോൾ ഭയപ്പെടുന്നുണ്ട്. അല്പം മക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പാടില്ല എന്ന രീതിയിൽ ഭയപ്പെടുന്ന മക്കളുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഒരിക്കലും ഇപ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൃത്യമായ സമയത്ത് നിങ്ങൾ മക്കളെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കുഞ്ഞുമക്കൾക്ക്, ഈ നിങ്ങളുടെ കൂട്ടുകാർക്ക്, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് കൂട്ടുകാരായിട്ടുള്ള ആളുകളുണ്ട്. അവരോട് പറയുവാൻ നല്ല വഴികൾ നടക്കുന്ന നല്ല വചനങ്ങൾ അവരോട് കുറച്ച് നിങ്ങൾ സംസാരിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു വഴിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വചനങ്ങൾ, അവർക്ക് ഏതൊക്കെ വചനങ്ങളാണ് ഇങ്ങനെയുള്ള നല്ല വഴിയെ നടക്കുവാൻ നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്? ആ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ എല്ലാ വചനവും തന്നെ നമുക്ക് ദൈവത്തിലോട്ട് അടുക്കാനുള്ള പ്രചോദിപ്പിക്കുന്നതാണ്, കൂടുതൽ ഓർത്തിരിക്കാൻ എളുപ്പം. ഏശയ്യ 53 ഒരു നല്ല വചനം തന്നെയാണ്. യേശുവിനെ കുറിച്ച് പറയുന്ന പ്രവചനം, ഏശയ്യയുടെ പ്രവചനം, അത് യേശുവിനെ കൂടുതൽ അറിയാനും അവിടുത്തെ സ്നേഹിക്കാനുമുള്ള ഒരു പ്രചോദനം നമുക്ക് നൽകും. ഏതാണ് വചനം? നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ
അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, എന്നാൽ നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവനൊരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്നും വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. തൻ്റെ പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. തൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. മഹാന്മാരോട് കൂടെ ഞാൻ അവർക്ക് അവകാശം കൊടുക്കും, ദുഷ്ടരോട് കൂടെ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മാധ്യസ്ഥം വഹിച്ചു. മനുഷ്യാവതാരത്തെ പറ്റിയുള്ള ഈശോയുടെ മനുഷ്യാവതാരത്തെ പറ്റിയുള്ള യെശയ്യാ പ്രവാചകൻ്റെ ഏറ്റവും ഹൃദയഹാരിയായ ഒരു പ്രവചന ഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട സാമുവേൽ പ്രവാചകൻ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. അപ്പം നിൻ്റെ പ്രായത്തിലുള്ള നിൻ്റെ 6ാം ക്ലാസ് 5, 7 ആ പ്രായത്തിലുള്ള കൂട്ടുകാർക്ക് പഠിക്കാൻ എളുപ്പമുള്ളതും എന്നാൽ വഴി നടത്താൻ അവരെ സഹായിക്കുന്ന നിനക്കുറപ്പുള്ളതായുള്ളൊരു വചനം പറയും. യോഹന്നാൻ 1-ാം അധ്യായത്തിലെ വചനമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തൊട്ടുള്ള വചനമാണ് പറയാൻ പോകുന്നത്. ഓക്കെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ ദൈവമായിരുന്നില്ല, വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിനടുത്തേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതനേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദാനിയേലിന് നിന്റെ കൂട്ടുകാരോട് എന്നാ പറയാനുള്ളത്? ഞാൻ പറയാൻ പോകുന്ന വചനം പ്രഭാഷകൻ 3-ാം അധ്യായം 1 മുതൽ 16 വരെ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവേൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവേൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു.
അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിൻ്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മയിക്കപ്പെടുകയില്ല. പാവങ്ങളുടെ കടം വീഴുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് രക്ഷയ്ക്കായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്ന ദൈവദൂഷണത്തിന് തുല്യമാണ്. അമ്മയെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. പ്രവാചകൻ പറയുന്ന അതേ തീവ്രതയോടുകൂടി തന്നെയാണ് വചനം ഉച്ചരിക്കുന്നത്. ജോൺ സാറിന് ഒരു വാക്കുകൂടെ പറയാനുണ്ട്. സാമുവൽ, സൈമൺ, ദാനിയൽ, അവരുടെ പ്രിയ മാതാവ് വിമല, 3 പേരെയും ഞങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ വചനം തീർച്ചയായും ഉപകാരപ്രദമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒരു മതാധ്യാപകൻ എന്ന നിലയ്ക്ക് കുട്ടികളെ കൂടുതൽ വചനം പഠിപ്പിക്കുവാനും ആ വചനത്തിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് ഇതൊരു പ്രചോദനമായി തീർന്നു എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. മോൻ്റെ ആഗ്രഹം പോലെ ഒരു നല്ല വൈദികനാകാൻ, അനേകരെ സുവിശേഷ വേലയിലേക്ക് നയിക്കുവാൻ, ദൈവരാജ്യത്തിലേക്ക് നയിക്കുവാൻ ദൈവം എല്ലാ കൃപയും മോനെ തരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി ആശംസിക്കുന്നു. വെരി ഗുഡ്. വളരെ വളരെ സാർത്ഥകമായ ഒരു സമയമാണ് നമ്മൾ ഒരുമിച്ച് ചെലവഴിച്ചത്. ഈ നല്ല മാതാപിതാക്കളോടൊപ്പം ഈ കുടുംബം, പ്രിയമുള്ള കുഞ്ഞുമക്കൾ, വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ഈ ഒരു ദർശന വഴികളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ വലിയ ചൈതന്യമാണ് ഉളവാക്കുന്നത്. വിശുദ്ധ ചാവറപ്പിതാവ് സൂചിപ്പിച്ചതുപോലെ മക്കൾ മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കുന്നതിന് ചെറുപ്പത്തിൽ അവരെ ദൈവസ്നേഹികളാക്കി നല്ല ക്രിസ്ത്യാനികളാക്കി വളർത്തുക എന്നുള്ള ആ വലിയ ദർശനത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഈ അപ്പനും അമ്മയും ഈ മാതാപിതാക്കളെല്ലാവരും ഈ കുഞ്ഞുമക്കളും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് മാതാപിതാക്കൾ പങ്കുവച്ച കാര്യങ്ങൾ. ചാവറപ്പിതാവിൻ്റെ എഴുത്തുകളിലെല്ലാം പ്രഭാഷകൻ്റെ പുസ്തകങ്ങളും സുഭാഷിതങ്ങളും സങ്കീർത്തനങ്ങളും പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് തന്നെയാണ് ചാവറപ്പിതാവ് ഇത് എഴുതിയത്. അതുകൊണ്ടാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്, അമ്മയുടെ സമർപ്പണ പ്രാർത്ഥന ഉണ്ണിയുടേതുപോലെ മക്കളുടേതുപോലെ തന്നെ തമ്പുരാൻ കൈക്കൊള്ളും. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാ യുവദമ്പതിമാർക്കും അമ്മമാർക്കും അപ്പച്ചന്മാർക്കും എല്ലാം വലിയ കരുത്താണ് ഈ വചനങ്ങൾ. നല്ല ക്രൈസ്തവ ശീലങ്ങളാണ് ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന ഈ എപ്പിസോഡിലൂടെ ശാലോം TV ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. വിശുദ്ധ ചാവറപ്പിതാവ് ഇന്ന് നമ്മോട് സംഭാഷിക്കുന്നതും അതുതന്നെയാണ്. 150 വർഷം മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഈ കാലഘട്ടത്തോട് എങ്ങനെ ഇത്ര കൃത്യമായി സംവദിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ മക്കളെ തമ്പുരാന് സമർപ്പിച്ച് ഓരോ നിമിഷവും അവർ അടുത്തുള്ളപ്പോഴും അകലെയുള്ളപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവർ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും തമ്പുരാനോട് ചേർന്ന് നിൽക്കും എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. വാർദ്ധക്യത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ മക്കളുണ്ടാവും. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും തമ്പുരാൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മളെ നല്ല കുടുംബങ്ങൾ രൂപീകരിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.